കരിമ്പാറയെക്കാളും മനുഷ്യന്റെ ഹൃദയം പോകുന്നു, അങ്ങനെ ആയി പോകുന്നു, ഒരു നന്മയും കിട്ടണില്ല. എന്താ ഇപ്പൊ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വൽഹും അദല്ലു, മനുഷ്യൻ അതപ്പതിച്ച നാൽക്കാലികളെക്കാളും കഷ്ടമായി പോകുന്നു. അങ്ങനെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ കരിങ്കല്ല് പോലെയാകാൻ അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുകൾ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ്. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോൾ നിനക്ക് ചിലതൊക്കെ മനസ്സിലാകും. ചെറുപ്പക്കാരാ, എന്തേടാ എത്ര വഴുത് കേട്ടിട്ടും എത്രയോ മരണം കണ്ടിട്ടും നിനക്ക് നന്നാകാൻ കഴിയാത്തത്? പടച്ചവനെ, വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ വാപ്പ ക്യാൻസർ രോഗിയാണ്, ട്യൂമറാണ്. അല്ലാഹുവേ, ഒരു വർഷം തളർന്നു കിടക്കുകയാണ്, കിഡ്നിയതാ തകർന്നു കിടക്കുന്ന വാപ്പ. ആ വാപ്പ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നീയാണ്. പക്ഷേ ആ രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പയും വീടിന്റെ അകത്ത് സമയമാകുമ്പോ ഇരുന്ന് നിസ്കരിക്കുന്നത് കാണുന്നവരാ. എന്നാലും നിനക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല. ആ വാപ്പാനെ ഒലുപടിപ്പിക്കുന്നത് നിന്റെ ഉമ്മയാണ്, മരുന്ന് കൊടുക്കുന്നത് നിന്റെ ഉമ്മയാണ്, ഒലുപടിപ്പിച്ച് കൊടുക്കുന്നത് നിന്റെ ഉമ്മയാണ്. തന്റെ ഭർത്താവ് രോഗിയായി കിടന്നിട്ട് പോലും നിസ്കരിക്കുന്നത് കണ്ടിട്ടും നന്നാകാ മനസ്സില്ലാത്ത പെങ്ങള്, നിന്റെ ഹൃദയം ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? ക്യാൻസറും ട്യൂമറും പിടിച്ച് കിടക്കുന്നവരെ കണ്ടാൽ കാലില്ലാത്തവൻ നിസ്കരിക്കുന്നു, കൈയില്ലാത്തവൻ നിസ്കരിക്കുന്നു. ആരോഗ്യമില്ലാതെ രോഗം പിടിച്ച് കിടക്കുന്നവർ, ഒറ്റക്കാലുള്ളവൻ നിസ്കരിക്കുന്നവർ, വികലാംഗം നിസ്കരിക്കുന്നവർ, റോഡിന്റെ സൈഡിൽ നിന്ന് പലരും നിസ്കരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് നന്നാകാ തോന്നാത്തത്? അല്ലാഹുവേ, റോഡിൽ വെറുതെ ഇരിക്കുമ്പോ രോഗം പിടിച്ച വാപ്പമാര് കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ. നേരെ നടക്കാൻ പോലും കഴിയാത്ത വാപ്പമാര് വേച്ച് വേച്ച് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ നിനക്കൊന്ന് കേറാ തോന്നുന്നില്ലല്ലോ. നിന്റെ ഹൃദയം അങ്ങനെയാകാനുള്ള കാരണം എന്താ? 18 വർഷം പോറ്റി വളർത്തിയ പൊന്നാര മകള് വാപ്പയും ഉമ്മയും കൂടെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കോടതിയുടെ വരാന്തയിൽ കിടന്ന് പൊന്നാര മക്കളുടെ കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുകയാ. മോളെ പോകല്ലോ, ആ യാചിക്കുന്ന സമയത്ത് പോലും നിന്റെ മക്കൾ ഇറങ്ങി പോകാനുള്ള കാരണം എന്താ? നന്മ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ കേൾക്കൂ. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ മഹാനവറുകൾ പറയുന്നു, കാനത്ത് ഇംറഅതു തസീഹു ഫീ സിഖിൽ മദീന. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അവള് കരഞ്ഞുകൊണ്ട് മദീനയിലൂടെ നടക്കുകയാണ്. എന്തേ വിളിച്ചു ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? മുത്തുനബിയെ ഒന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണുന്നവരോട് മുഴുവനും ചോദിച്ചുകൊണ്ട് മദീനയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം സ്വഹാബികളെ കാണിച്ചു കൊടുക്കുന്ന പെങ്ങള് ആയിരിക്കുന്നതാണ് ലോകത്തിന്റെ നേതാവ്. മുത്തുനബിയെ കാണിച്ചു കൊടുക്കുമ്പോ കരഞ്ഞുകൊണ്ടോടുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ നബിയേ? എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് പോയി കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, പെണ്ണ്, നീ എന്തിനാ കരയുന്നത്? നീ നിന്റെ കരച്ചിലെന്ന് നിർത്ത്, നീ ഒന്ന് സമാധാനത്തിലാകൂ. എന്തേ നിനക്ക് സംഭവിച്ചത്? എന്തിനാ നീ ഇങ്ങനെ നിലവിളിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് പാപമാ നീ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ ഭർത്താവുണ്ടല്ലോ, കച്ചവടക്കാരനാണ്, പോയി കഴിഞ്ഞാൽ
ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഭർത്താവ് കച്ചവടത്തിന് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. മാസങ്ങൾ കഴിഞ്ഞേ വർഷങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. അങ്ങനെ എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, മുത്തുനബിയേ ഞാനൊരു അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ആരുമില്ലാത്ത സമയത്ത്, ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് അതാ ആ പെണ്ണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണ്. ആ പെണ്ണ് പറയുന്ന മുത്തുനബിയേ, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞില്ല, ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ല, ആരോടും പറയാതെ ചുമന്നുകൊണ്ട് നടന്നു നബിയേ. ഒരാളെയും അറിയിച്ചില്ല, ഒരാളോടും പറഞ്ഞില്ല, ആരും കാണാതെ പെണ്ണിങ്ങനെ കുഞ്ഞിനെ ചുമക്കുകയാണ്. അവിടെ നിന്ന് 9.5 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടുന്ന് വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ആ പെണ്ണ് പ്രസവിക്കുകയാണ്. അവിടുന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, ആ ചോരക്കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു ഞാനങ്ങ് കൊന്നുകളഞ്ഞു നബിയേ. ആരുമറിയാതെ കൊല്ലുകയാണ്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ് പ്രസവിച്ചതെന്റെ പൊന്നാര മകന് അന്യം കാണാതെ ആ പെണ്ണവിടന്ന് കഴുത്തു ഞെരിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയുമോ? ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഈ പെണ്ണിന്റെ ജോലി എന്താണ്? അവിടെന്ന് പറയുകയാ, സുറുക്ക കച്ചവടം നടത്തുന്ന ജോലിയാ. പടച്ചവനെ, സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. ഇന്നൊക്കെ വാറ്റുചാരായം ഉണ്ടാക്കുമല്ലോ, പട്ടിയെയും പൂച്ചയെയും ഒക്കെ ബാൽറ്ററിയുടെ ഒക്കെ തല്ലി പൊട്ടിച്ചിട്ട് വാറ്റുചാരായം ഉണ്ടാക്കുമല്ലോ. പഴവർഗ്ഗങ്ങളെ ഭൂമിയുടെ അടിയിൽ കുടിച്ചിട്ട് ലഹരി വസ്തുവാക്കുമല്ലോ. ഇതുപോലെ പടച്ചവനെ സുറുക്ക അങ്ങനെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞിന്റെ മയ്യത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ, ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു സുറുക്കയുടെ പാത്രത്തിന്റെ അകത്തേക്ക്, ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് എന്റെ കുഞ്ഞിന്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു നബിയേ. ആ കുഞ്ഞിന്റെ ശരീരമുണ്ടല്ലോ, അതിനകത്ത് കിടന്ന് അഴുകുകയാ. അതിനകത്ത് കിടന്നിട്ട് മാംസങ്ങൾ മുഴുവനും അഴുകി അതിനകത്തേക്ക് അലിഞ്ഞു ചേരുകയാണ്. ആ പിഞ്ചു കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ, അതുപോലും ദ്രവിച്ചു പോവുകയാണ്. ഒരുപാട് നാളുകൾ ആ സുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു. അവസാനം യാ റസൂലല്ലാഹ്, എല്ലാം അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ ഒരടയാളവും കാണാനില്ല, ഒരടയാളവും കാണാനില്ല. എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നപ്പോ ഞാൻ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. അവിടുന്ന് കച്ചവടം നടത്തി നബിയേ. മുത്തുനബിയതാ തളരുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തൊരു പാപമല്ലാ, എന്തൊരു പാപമല്ലാ. വ്യഭിചരിച്ചവളെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ച എറിഞ്ഞു കൊല്ലണം. ഒരു കൊലയ്ക്ക് പകരം കൊലയാണ്. പടച്ചവനെ, കച്ചവടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ പാപമാണ്. അങ്ങനെ 3 പാപം ചെയ്ത പെണ്ണുണ്ടല്ലോ, മുത്തുനബിയുടെ മുന്നിൽ നിന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതെന്തെന്നറിയുമോ? മുത്തുനബി ചോദിച്ചു, പെണ്ണേ
ഇതിനു പകരം നിനക്ക് കൊലയാട്, ഇതിനു പകരം നിനക്ക് കൊലയാട്. നിന്റെ മനസ്സിങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ?